നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. വി എന്നാൽ നമ്മൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്ത്യയുടെ ഭരണഘടന ആരംഭിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി നമ്മളെ ഭരിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ്. രമേശ് ചെന്നിത്തലയെന്ന് ഞാനിവിടെ സന്നിഹിതനായിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ടാണ്. ജനാധിപത്യം എന്നാൽ സുതാര്യതയാണ്. ജനങ്ങളാണ് ഭരിക്കുന്നത്. അതേ ജനങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഫയലിന് വേണ്ടി കാത്തു നിൽക്കുന്നത്, കുമ്പിട്ട് നിൽക്കുന്നത്. നമുക്ക് അർഹതയായതുകൊണ്ട് അർഹത ഇല്ലാത്തതുമുണ്ട്. അതിന് നമ്മൾ ജോലി ചെയ്യുന്നവർക്കെല്ലാം ശമ്പളം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ലഭിക്കുന്നുണ്ട്. ഓവർ ടൈം ചെയ്താൽ അത് കിട്ടുന്നു. ടി എ കിട്ടും, ഡി എ കിട്ടും, അവധി കിട്ടും. അതെല്ലാം നമുക്ക് അർഹതപ്പെട്ടതാണ്. എന്നാൽ ഒരു കാര്യത്തിൽ സർക്കാർ ഓഫീസിൽ ഒരാൾ കടന്നു വരുമ്പോൾ അനാവശ്യമായൊരു സാർ വിളി പോലും വിളിക്കേണ്ടതില്ല. ആവശ്യമായി കടന്നു വരുന്ന പൗരന് ഭവ്യത കുറവാണെന്ന പേരിൽ അയാളുടെ ഫയലുകൾ വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ അഹങ്കാരത്തെ, ഈഗോയെ തൃപ്തിപ്പെടുത്തണമെന്ന് പറയുന്നത് തന്നെ ഒരു അഴിമതിയാണ്. സർക്കാർ ഓഫീസിൽ ആത്മാഭിമാനത്തോടെ വരാൻ ഓരോ പൗരനും കഴിയണം. ഒരു ഓഫീസറുടെ മുന്നിൽ തോള് താഴ്ത്തി നട്ടെല്ല് വളച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. മുന്നിൽ കസേര ഉണ്ടെങ്കിൽ ഒരാളോട് നമ്മൾ ഇരിക്കാൻ പറഞ്ഞാൽ അത് ഒരിക്കലും അത് തെറ്റല്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചില ഓഫീസർമാർക്ക് ജനം അവരുടെ മുന്നിലെ കസേരയിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും കസേരയിൽ കയറി ഇരുന്നാൽ അവൻ്റെ കാര്യം പോക്കായി. അപ്പം ജനങ്ങളോട് നന്നായി പെരുമാറിയാൽ ജനങ്ങൾ ആ പെരുമാറ്റം തിരിച്ചു തരും. അല്ലാതെ ഇരിക്കുന്ന കസേരയ്ക്കനുസരിച്ച് ജനം ബഹുമാനം തന്നോളണം എന്ന് സർക്കാരിൻ്റെ കസേരയിലോ സ്ഥാനത്തിരിക്കുന്ന ആരോ അത് കരുതേണ്ട കാര്യമില്ല. 5 വർഷം കഴിയുമ്പോൾ ഞാനും വി മുരളീധരനും ഒക്കെ ജനങ്ങളെ കാണാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. അതാണ് ജനാധിപത്യം. ജനം നടത്തുന്ന ടെസ്റ്റ് എഴുതി ജനം നടത്തുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താണ് ജനാധിപത്യത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നത്. ജീവനക്കാരായാലും ജനപ്രതിനിധികളായാലും ചെയ്യുന്ന ജോലിയുടെ ഉടമ ജനങ്ങളാണ്. ആത്യന്തികമായി വിലയിരുത്തൽ നടത്തുന്നത് ജനങ്ങളാണ്. ജനം തന്ന ജോലിയാണ് ചെയ്യുന്നത് എന്നും അത് തിരിച്ചെടുക്കാൻ ജനത്തിന് അധികാരവും വകുപ്പുകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളത് വിസ്മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൈക്കൂലി വാങ്ങിക്കുന്ന മാത്രമല്ല കറപ്ഷൻ. കാര്യം വൈകിപ്പിക്കുന്നത് മുതൽ പല നിലകളിൽ കറപ്ഷനുണ്ട്. എത്രയും വേഗം തീർപ്പാക്കുക എന്നതാണ് നീതി. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകല്യങ്ങളിലൂടെ ജനത്തിൽ നിന്ന് കൈക്കലാക്കുന്ന സമയം അതും കൈക്കൂലിയായിട്ട് തന്നെ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ പ്രൊജക്ട് സീറോ എന്നൊരു പദ്ധതി കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ആലോചിച്ച് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ കേരളത്തെ അഴിമതി വിമുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ന് സിവിൽ സർവീസിൽ കാണുന്ന പല അഴിമതികളും, സമൂഹത്തിൽ കാണുന്ന പല അഴിമതികളും തുടച്ചു നീക്കുക എന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ അഴിമതി പരിപൂർണമായി തുടച്ചു നീക്കാൻ ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാകുന്നുള്ളൂ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 30 വർഷത്തിന് ശേഷമാണ് വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതിന് മുൻകൈ എടുത്ത വിജിലൻസ് ഡയറക്ടർ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആ വിജിലൻസ് മാനുവൽ പ്രകാരം വിജിലൻസിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ടെസ്റ്റ് ഉണ്ടാകും. പോലീസിൽ ടെസ്റ്റ് നടത്തി താല്പര്യമുള്ളവരെ മാത്രമായിരിക്കും ഇനിയും വിജിലൻസിൽ പോസ്റ്റ് ചെയ്യപ്പെടുക. പലപ്പോഴും നമ്മൾ കണ്ടുവന്നത് ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളെ
വിജിലൻസിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡംപിംഗ് ഗ്രൗണ്ട് പോലെയാണ് നമ്മൾ വിജിലൻസിനെ പലപ്പോഴും ഉപയോഗിച്ചു വന്നത്. അത് പാടെ മാറ്റാനും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാർ, സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ, ഫലപ്രദമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിയമിക്കാനുള്ള തീരുമാനമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രൊജക്ട് സീറോയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജിലൻസ് ശക്തമായ പരിശോധന നടത്തി 250 കോടിയിലധികം രൂപ പിടിച്ചെടുത്ത് ട്രഷറിയിൽ അടയ്ക്കുകയുണ്ടായി. വലിയ സ്വീകാര്യതയാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ തുഫാൻ ദി നർക്കോ ഹണ്ടിന് ജനങ്ങൾ നൽകിയ പിന്തുണ പോലെ തന്നെ പ്രൊജക്ട് സീറോയും ഏറ്റെടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. പ്രൊജക്ട് സീറോ ഓപ്പറേഷൻ തുഫാൻ ജനങ്ങൾ ആഗ്രഹിച്ച പദ്ധതിയാണ്. ഇന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും ജനങ്ങൾ ഈ പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആവേശകരമായ സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്രൊജക്ട് സീറോയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അഴിമതിയെ പൂജ്യത്തിൽ തളയ്ക്കുന്ന വലിയൊരു ജനകീയ മുന്നേറ്റമാണ് പ്രൊജക്ട് സീറോ. നിയമത്തിലും നിയമപാലകർക്കുള്ളതുപോലെ ഓരോ തിന്മയ്ക്കുമെതിരായ പോരാട്ടത്തിൽ ബഹുജന പങ്കാളിത്തം അനിവാര്യമാണ്. ലഹരിയുടെ ഉപയോഗം ജനങ്ങളിൽ കുറഞ്ഞാൽ ലഹരി മാഫിയ ഇല്ലാതാകും, അവരുടെ വേരുകൾ ചെയ്യും. കൈക്കൂലി കുടിക്കില്ലെന്നും ആരെങ്കിലും ചോദിച്ചാൽ വിളിച്ചു പറയുമെന്നും ജനങ്ങൾ തീരുമാനിച്ചാലോ വിജിലൻസ് കമാൻഡോസ്, അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രാധാന്യം. ഞങ്ങൾ ചെറുപ്പക്കാരായ വിവിധ കോളേജുകളിലെ കുട്ടികളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഈ കമാൻഡോസായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കമാൻഡോസാകാൻ മുന്നോട്ട് വന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാന്റെ കാര്യത്തിൽ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ ആദ്യ തുഫാൻ വാരിയറായി ജനകീയ പോരാട്ടത്തെ നയിക്കുകയാണ്. ഇവിടെ ഇതാ യൂത്ത് ഐക്കണാൻ ആയ ആക്ഷൻ ഹീറോ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു പേര് പറയാം. ആരാണ് ആക്ഷൻ ഹീറോ? പറയൂ, ആരാണ് ആക്ഷൻ ഹീറോ? ഉറക്കെ പറയൂ. നിവിൻ പോളിയാണ് ആക്ഷൻ ഹീറോ. ആക്ഷൻ ഹീറോ ബിജു അടക്കമുള്ള സിനിമകളിൽ നിവിൻ പോളിയുടെ കഥാപാത്രങ്ങൾ അനീതിക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത്. അത് സിനിമകളിലാണെങ്കിൽ ഇപ്പോഴിത് അദ്ദേഹം എത്തിയിരിക്കുന്നത് ജീവിതത്തിലും സമൂഹത്തിലും അഴിമതിക്കെതിരെയുള്ള വലിയ ഒരു പോരാട്ടത്തിന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പോരാട്ടത്തിലെ ആദ്യത്തെ കമാൻഡോവായി അദ്ദേഹത്തെ ഇവിടെ ഞാൻ പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ യുവജനങ്ങളെ ഈ പോരാട്ടത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരു യുവജന സേന ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ യുവത അഴിമതി പൊറുക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അഴിമതിയെ തളയ്ക്കാൻ യുവാക്കൾക്ക് കഴിയും. യുവാക്കൾ സർക്കാരിനോടൊപ്പം ഒരു സേനയായി അണിനിരന്നാൽ അഴിമതി ചെയ്യാൻ ആരും ഭയക്കും. ഇന്ന് ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് ആരംഭിച്ച ശേഷം മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകൾ ജനങ്ങളെ ഭയക്കുന്നത് പോലെ ഓപ്പറേഷൻ സീറോ നമ്മൾ ലോഞ്ച് ചെയ്ത് നിങ്ങളുടെ സഹായത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അഴിമതിക്കാരുടെ മുട്ട് വിറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിൻ്റെ മുന്നണി പോരാളികളായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും വിജിലൻ്റ് ആകണം. വിജിലൻ്റ് ആയാൽ സമൂഹത്തിൽ മാറ്റത്തിൽ തുടക്കമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് അഴിമതിക്കെതിരെ വിജിലൻ്റായി നിൽക്കാം, നമുക്ക് വിസിൽ മുഴക്കാം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ആദ്യ വിജിലൻസ് കമാൻഡോ ആകുന്ന ശ്രീ നിവിൻ പോളിക്ക് വലിയൊരു കയ്യടി നമുക്ക് കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ഓണത്തിന് ഇറങ്ങാൻ പോകുന്ന ബേത്ലഹേം കുടുംബ യൂണിറ്റ്
എന്നും ഒരു വലിയ വിജയ ആശംസകൾ നമുക്ക് നേരാം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സിനിമയുടെ തിരക്കിനിടയിലും ഞങ്ങളൊക്കെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നിവിടെ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഈ പ്രതിജ്ഞയിലൂടെ വിജിലൻസ് കമാൻഡോസായി മാറുകയാണ്. സംസ്ഥാനത്തെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോടൊപ്പം ചെറുപ്പക്കാർ ഒറ്റക്കെട്ടായി വിജിലൻസ് ക്യാമ്പസുകളിൽ വിജിലൻസ് വിസിൽ മുഴക്കി നമ്മുടെ നാട്ടിൽ നിന്ന് അഴിമതിയെ തുരത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇന്ന് നമുക്കറിയാം, കറൻസി നോട്ടുകൾ കൊണ്ടല്ല അഴിമതി ഉണ്ടാകുന്നത്. ഡിജിറ്റൽ മണിയുടെ കാലത്ത് അഴിമതിയുടെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട്. സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ മുൻനിർത്തിക്കൊണ്ടാണ് നമുക്ക് ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത്. പലപ്പോഴും പലരും കരുതാറുണ്ട്, സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാം, അവരെ ചെറുതായിട്ടൊന്ന് സഹായിച്ചു കളയാം. അങ്ങനെ വിശാലമായി ചിന്തിക്കുന്ന പലരുമുണ്ട്. അവർക്ക് സാധിച്ചെടുക്കാൻ നിയമവിരുദ്ധമായ കാര്യങ്ങളും ഉണ്ടാകും. കൈക്കൂലി വാങ്ങുന്നതോടൊപ്പം കൈക്കൂലി കൊടുക്കുന്നതും ശിക്ഷാർഹമായ കാര്യമാണ്. കൈക്കൂലി കൊടുക്കുന്നവരെ കൂടി കൊടുക്കാനാണ് പ്രോജക്റ്റ് സീറോ ഇന്ന് നമ്മളവിടെ ആരംഭിക്കുന്നത്. കൈക്കൂലി കൊടുത്ത് കാര്യം സാധിച്ച ഫയലുകൾ വീണ്ടും ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, കൈക്കൂലി കൊടുത്ത് കാര്യം സാധിച്ച ഫയലുകൾ വീണ്ടും പരിശോധിക്കപ്പെടും, നിയമാനുസൃതമല്ലാതെയുള്ള ഉത്തരവുകൾ റദ്ദാക്കപ്പെടും എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ അർഹിക്കുന്ന പരിഗണന അവർക്ക് നൽകുമെന്ന് മാത്രമല്ല, അവരും വിജിലൻസ് കമാൻഡോസാണ്. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം നൽകും, അവർ അംഗീകരിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകുന്നു. തൊട്ടപ്പുറത്തെ സീറ്റിൽ നടക്കുന്ന ഒരു തിരിമറി ആദ്യം കാണുന്ന ഉദ്യോഗസ്ഥർ തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥരാണെന്ന് മറക്കരുത്. അവരാണ് വിസിൽ ബ്ലോവേഴ്സ് ആവേണ്ടത്. അഴിമതി നടത്തുന്ന ഞാനാണെങ്കിൽ പോലും അത് ജനത്തോടും നിയമ സംവിധാനങ്ങളോടും വിളിച്ചു പറയണം. ഞാനടക്കമുള്ള ജനപ്രതിനിധികളും മന്ത്രിമാരും നിയമത്തിൻ്റെയും ജനത്തിൻ്റെയും നിരീക്ഷണത്തിലാണ് വിജിലൻസ് കമാൻഡോസ്. അത്തരത്തിലുള്ള സാമൂഹ്യ സമാന്തര ബഹുജന പ്രസ്ഥാനമായി വളരും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ കൂടി ഈ വിജിലൻസ് കമാൻഡോസായി മാറിയ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ സ്ഥാപനങ്ങളും കൂട്ടായ്മകളും ഒരു സാമൂഹ്യ തിന്മ എന്ന നിലയിൽ അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഈ സമൂഹത്തിൽ നിന്ന് അഴിമതിയെ തുടച്ചു നീക്കാം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രോജക്റ്റ് സീറോ എന്ന ഏറ്റവും മഹത്തായ പരിപാടി കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.